ഒരിക്കൽ നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മൾ ECG എടുത്ത് നോക്കിയപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പ്രാഥമിക ചികിത്സ നൽകി ഒരു ഹയർ സെൻ്ററിലേക്ക് ആ പേഷ്യൻറ്റിനെ നമ്മൾ അപ്പോൾ തന്നെ റെഫർ ചെയ്തു. ഇതേ പേഷ്യൻ്റ് അന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് മാസം 1 തികയുന്നതിന് മുന്നേ വീണ്ടും വന്നു. അതേ കംപ്ലൈൻറ്റ് നമ്മൾ വീണ്ടും ഒരു ECG എടുത്ത് നോക്കിയപ്പോൾ അന്നുണ്ടായിരുന്ന അതേ മാറ്റങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മാസം മുന്നേ ഇതേ പ്രശ്നത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പേഷ്യൻ്റാണ് വീണ്ടും അതേ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ എന്തായാലും ലോഡിംഗ് ഡോസ് അഥവാ പ്രാഥമിക ചികിത്സ നൽകി വീണ്ടും ഹയർ സെൻ്ററിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്സ് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു: സ്റ്റെൻഡ് ത്രോംബോസിസ്. ശരിക്കും ഇവിടെ എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ആദ്യം രക്തക്കുഴലിനുള്ളിൽ ഈ ബ്ലോക്ക് വന്ന ഭാഗം ഒരു ബലൂൺ ഇൻഫ്ലേഷനിലൂടെ വികസിപ്പിക്കുന്നു. ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഈ ബ്ലോക്കിനെ എന്ത് ചെയ്യുന്നു? 2 വശങ്ങളിലേക്ക് തള്ളി മാറ്റുന്നു. നമ്മൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ബ്ലോക്ക് വീണ്ടും വരാനും പഴയ പോലെ രക്തയോട്ടത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷം ഒരു മെറ്റൽ സ്റ്റെൻഡ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മെറ്റൽ സ്റ്റെൻഡ് ഇടുകയാണെങ്കിൽ ഈ ബ്ലോക്ക് വീണ്ടും വരാതെ രക്തയോട്ടം തുടർന്ന് കൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക? സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ മെറ്റീരിയലാണ്. മറ്റേതൊരു ഫോറിൻ സബ്സ്റ്റൻസിനോടും ശരീരം എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ തന്നെയാണ് ഈ സ്റ്റെൻഡിനോടും പ്രതികരിക്കുക. ഈ സ്റ്റെൻഡുകളെ രക്തക്കുഴലിൻ്റെ ഭിത്തിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവയെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തൊലി വന്ന് മൂടും. ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ കാലക്രമേണ ഈ സ്റ്റെൻഡ് രക്തക്കുഴലുകളുടെ ഭിത്തിയോട് ചേർന്ന് എന്നേക്കുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ബെയർ മെറ്റൽ സ്റ്റെൻഡുകളാണ്, അഥവാ BM സ്റ്റെൻഡുകളാണ്. ഈ സ്റ്റെൻഡിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ സ്റ്റെൻഡുകളെ രക്തക്കുഴലിൻ്റെ ഭിത്തിയോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തൊലി വന്ന് മൂടും എന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ പ്രക്രിയ BM സ്റ്റെൻഡുകളിൽ വളരെ കൂടുതലായിട്ട് കണ്ടിരുന്നു. അതായത് നാച്ചുറലായിട്ട് ഈ സ്റ്റെൻഡിനെ ടിഷ്യൂ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാലും ഈ ടിഷ്യൂ ഗ്രോത്ത് നിൽക്കുന്നില്ല. അത് വീണ്ടും വളർന്ന് സ്റ്റെൻഡിനുള്ളിലേക്ക് വ്യാപിച്ച് പിന്നീട് അത് രക്തയോട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ബ്ലോക്കായിട്ട് റീസ്റ്റിനോസിസ് ആയിട്ട് മാറുമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ രോഗികൾക്ക് വീണ്ടും പഴയ പോലെ കിതപ്പും നെഞ്ചുവേദനയും ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻഡുകൾ അഥവാ DES സ്റ്റെൻഡുകൾ വന്നത്. ഈ സ്റ്റെൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ടിഷ്യൂ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്നുകൾ ഈ സ്റ്റെൻഡിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും. 3 മുതൽ 6 മാസത്തോളം സമയം ഈ സ്റ്റെൻഡുകൾ ഇത്തരം മരുന്നുകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും.